നമസ്കാരം. മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മത്സ്യങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായവുമായി കൊച്ചി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ. ഒരേ സമയം 9ഓളം സംരംഭകർക്കാണ് ഇൻക്യുബേഷൻ സെന്ററിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുക. ഒപ്പം സ്വിഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ ഉൽപ്പന്നങ്ങളും സംരംഭകർക്ക് നിശ്ചിത നിരക്കിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാൻ അവസരമുണ്ട്. കേരളത്തിൽ 12,000 കോടി രൂപയുടെ മത്സ്യമാണ് പ്രതിവർഷം വിൽപ്പന നടക്കുന്നതെന്നാണ് കണക്കുകൾ. വലിയ തീരപ്രദേശങ്ങൾ മത്സ്യലഭ്യതയുടെ കാര്യത്തിൽ കേരളത്തിന് അനുകൂല ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ മീനിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും കേരളത്തിൽ അനന്ത സാധ്യതകളുണ്ട്. മത്സ്യ സംസ്കരണ രംഗത്തെ ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കൊച്ചി തോപ്പുംപടിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലേക്ക് എത്താം. 5000 ചതുരശ്ര അടിയിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ സംരംഭകർക്ക് നൽകുന്നത് സമഗ്രമായ സേവനമാണ്. കാർഷിക രംഗത്തെ സംരംഭകർക്ക്, പ്രത്യേകിച്ച് മത്സ്യ സംസ്കരണ രംഗത്തുള്ള സംരംഭകർക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു ഉൽപ്പന്നം അവർക്ക് മാർക്കറ്റിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഒരു സംരംഭകനെ സംബന്ധിച്ച് അയാൾക്ക് സ്വന്തമായിട്ട് മുതൽ മുടക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഒരു ഉൽപ്പന്നം മാർക്കറ്റിലേക്കാനുള്ള ബാക്കി സൗകര്യങ്ങളില്ലെങ്കിൽ ഈ കേന്ദ്രത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് പൈലറ്റ് സ്കെയിൽ പ്രൊഡക്ഷൻ ലൈൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഉൽപ്പന്നം അവർക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആ പ്രൊഡക്ഷൻ ലൈൻ ഉപയോഗിച്ച് നമുക്കത് ഉൽപ്പാദനം നടത്താവുന്നതാണ്. പിന്നെ അതിൻ്റെ ട്രയൽ മാർക്കറ്റിങ്, ടെസ്റ്റ് മാർക്കറ്റിങ്, പിന്നെ ആ പ്രോഡക്റ്റ്, ആ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ഉള്ള ടെസ്റ്റിങ്, എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. ഒരു നിശ്ചിത തുക ഫീസ് അടച്ച് ഇൻക്യുബേഷൻ സെന്ററിൽ അംഗമാകുന്ന സംരംഭകർക്ക് ഇവിടുത്തെ ടെക്നോളജികളും മിഷനറീസും ലഭ്യമാകും. ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ പരിശോധനയ്ക്കുള്ള സൗകര്യവും ടെസ്റ്റ് മാർക്കറ്റിംഗിനുള്ള പിന്തുണയും സ്വിഫ്റ്റ് നൽകുന്നുണ്ട്. സ്വിഫ്റ്റിലൂടെ വികസിപ്പിച്ചെടുത്ത ടെക്നോളജികളിലൂടെ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യവും ഇവിടെ സംരംഭകർക്കുണ്ട്. ഒരേ സമയം 9 സംരംഭകർക്ക് ഇൻക്യുബേഷൻ സെന്ററിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കാം. പൈലറ്റ് പ്ലാന്റിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പുതിയ പാക്കേജിംഗ് സാങ്കേതിക വിദ്യകളും സ്വായത്തമാക്കാം. മെയിനായിട്ട് ചെയ്തിരിക്കുന്ന ഫിഷ് പ്രോഡക്ട്സ് ആണ്. ഫിഷ് പ്രോഡക്ട്സിൽ തന്നെ ഈ ശീതീകരിച്ച മത്സ്യ ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ ഫ്രീസ് ചെയ്യുന്ന മത്സ്യ ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ട്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ഉദാഹരണത്തിന് കോട്ടഡ് പ്രോഡക്ട്സ് എന്ന് പറയും, ഈ ബാറ്റേഡ് ആൻഡ് ബ്രെഡഡ് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ് ഉണ്ട്, അതായത് ഈ കുർക്കുറെ പോലുള്ള സ്നാക്ക് ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ് ഈ തെർമൽ പ്രോസസ് പ്രോഡക്ട്സാണ്. നിങ്ങൾക്കറിയാം, റെഡി ടു ഈറ്റ് പ്രോഡക്ട്സ് ഉണ്ട്, റെഡി ടു ഈറ്റ് ഫിഷ് പ്രോഡക്റ്റ്, അതായത് ഷെൽഫിൽ നിന്ന് നമുക്ക് എടുത്ത് ചൂടാക്കി കഴിക്കാവുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ടെക്നോളജീസിൽ വളരെയധികം കൺസൾട്ടൻസീസ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. സംരംഭകർ അത് ഏറ്റെടുത്ത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്കൊരു 9 പേര് ഇൻക്യുബേറ്റീവ്സായിട്ട് തന്നെ ഞങ്ങളുടെ ഈ സംരംഭത്തിലുണ്ട്. ഈ സംരംഭക കേന്ദ്രത്തിൽ 9 പേര് ഇൻക്യുബേറ്റീവ്സായിട്ടുണ്ട്. അതുകൂടാതെ പല ആൾക്കാരും ഇവിടെ ഇൻക്യുബേറ്റീവ്സ് അല്ലാതെ തന്നെ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ പൈലറ്റ് പ്ലാന്റ് ഫെസിലിറ്റി വെച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. ഫിഷ് കട്ട്ലറ്റ്, ഫിഷ് ഫിംഗർ, കൈറ്റിൻ, ഫിഷ് ബോൾ, ചെമ്മീൻ ചട്നി പൗഡർ, ഫിഷ് സൂപ്പ് പൗഡർ, ഫിഷ് പപ്പടം എന്നിവയെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻക്യുബേഷന്റെ സേവനം തേടാം. സ്വിഫ്റ്റിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയിൽ നിന്ന് റെഡി ടു യൂസ് ഉൽപ്പന്നങ്ങൾ, ഫിഷ് കുറെ, ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാനാവുന്ന വിധം പാക്ക് ചെയ്ത ഫിഷ് കറികൾ എന്നിവ സംരംഭകർ ഇതിനോടകം വിപണിയിലിറക്കിയിട്ടുണ്ട്. മൂലധനത്തെക്കുറിച്ചുള്ള ആശങ്കകളില്ലാതെ 2 വർഷത്തോളം സംരംഭകർക്ക് ഇൻക്യുബേഷൻ സെന്ററിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. സബ്സിഡികൾക്കായി പല ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ
സംരംഭകർക്ക് അവയെല്ലാം ലഭ്യമാക്കുന്ന ഏകജാല സംവിധാനം കൂടിയാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ. വയനാട്ടിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തനുണർവേകാൻ പ്രവാസി സംരംഭകരുടെ നേതൃത്വത്തിൽ പുതിയ തീം പാർക്ക് ഒരുങ്ങുന്നു. തൊണ്ടർനാട് പഞ്ചായത്തിലെ 32 ഏക്കർ സ്ഥലത്ത് പാർക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പരിസ്ഥിതി, വിജ്ഞാനം, വിനോദം എന്നീ 3 തീമുകളെ അടിസ്ഥാനമാക്കിയുള്ള പാർക്കിന് E3 തീം പാർക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. വയനാട്ടിലെ തൊണ്ടർനാട് പഞ്ചായത്തിലെ നീലോം എന്ന സ്ഥലത്ത് 32 ഏക്കറിലാണ് E3 തീം പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. 300ഓളം പ്രവാസി മലയാളികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനിയാണ് ഈ സംരംഭത്തിന് പിന്നിൽ. എല്ലാ പ്രായത്തിലുള്ള സന്ദർശകർക്കും വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുകയാണ് E3 തീം പാർക്കിന്റെ ലക്ഷ്യം. എൻവയോൺമെന്റ്, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ് എന്നീ 3 തീമുകളെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പാർക്ക് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ സാധ്യതകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. എൻവയോൺമെന്റ്, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ് അഥവാ പരിസ്ഥിതി, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം ഈ മേഖലകളിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ ഈ 3 തീമുകളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സംരംഭമാണെന്നുള്ളൊരു തീരുമാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തികച്ചും പ്രകൃതി അനുകൂലമായിട്ടുള്ള ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെയും ഫാം ടൂറിസത്തിൻ്റെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാർക്ക് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ഇന്ന് ഈ കാണുന്ന E3 തീം പാർക്ക് എന്നുള്ള ഒരു പ്രോജക്റ്റ് പൂർത്തിയാവുകയും ചെയ്തത്. ഇതൊരു മാസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. പ്രത്യേകിച്ചും പ്രവാസ ലോകം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അവർക്ക് കേരളത്തിൽ വരുമാനം കിട്ടുമെന്ന് ഉറപ്പുള്ള, അതേസമയം അത് മറ്റു രീതിയിലുള്ള വരുമാനം എന്നതിനേക്കാൾ ഉപരി എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാവണം. നല്ല രീതി പറഞ്ഞാൽ അതിൻ്റെ വഴി നല്ലതായിരിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു മാസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഉടലെടുത്തത്. ഇതിൽ 300ഓളം പ്രവാസികളുടെ ഒരു നിക്ഷേപ സംരംഭമാണിത്. അതിൽ എല്ലാവരും തന്നെ ഒരു ശരാശരിക്കോ അതിൽ താഴെയുള്ള നിക്ഷേപകരാണ്. ₹75 കോടി പാർക്കിന്റെ നിർമ്മാണ ചെലവായി കണക്കാക്കിയിരുന്നത്. എന്നാൽ വാല്യൂ എഞ്ചിനീയറിംഗിലൂടെ 55 കോടി രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ രീതിയിലായിരുന്നു നിർമ്മാണം. കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കുന്നിടിക്കുകയോ മരങ്ങൾ മുറിച്ചുമാറ്റുകയോ ചെയ്തിട്ടില്ല. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികൾ പിന്തുടരുന്ന ഏജൻസികൾക്കാണ് നിർമ്മാണ കരാറുകൾ നൽകിയിരുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മളിതിൽ തെരഞ്ഞെടുത്ത ഇതിൻ്റെ കോൺട്രാക്ടേഴ്സും കൺസൾട്ടൻസും എന്ന് പറയുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു പരിസ്ഥിതി മൂവ്മെൻറ്റുകളുടെ ഭാഗമായ ആളുകളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തുള്ളത്. ഇപ്പോൾ ഗ്രീൻ പീസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവർ ബാംഗ്ലൂരിൽ പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ വയനാട്ടിലെ കാർഷിക ഗവേഷണ കേന്ദ്രം, അതുപോലെ പീച്ചി വനഗവേഷണ കേന്ദ്രം, ഇവരുടെയൊക്കെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ തുടക്കം മുതൽ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ ഒരു തരി പോലും നോവിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ രൂപമാറ്റം വരുത്താത്ത രീതിയിൽ കൊണ്ടുനടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഐഡിയ കൺസീവ് ചെയ്യുന്ന ആ ഘട്ടത്തിൽ തന്നെ ആ ഒരു തീരുമാനം, നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ പ്രകൃതി അനുകൂലമായിട്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത്. പാർക്കിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ 300ഓളം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. നിരവധി പേർക്ക് പരോക്ഷമായും ഇതിന്റെ ഗുണം ലഭിക്കും. ഈ പ്രദേശത്ത് തന്നെയുള്ളവർക്കാണ് തൊഴിലിൽ മുൻഗണന നൽകുന്നതെന്ന് സംരംഭകർ പറയുന്നു. ഉത്തരവാദിത്ത ടൂറിസത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ തന്നെ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളും പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ പ്രാദേശിക ജനവിഭാഗത്തിന് ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഇതിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങിയ കാലഘട്ടം മുതൽ കഴിഞ്ഞ 4 വർഷം ഈ പ്രദേശത്തെ സാധാരണക്കാരുള്ള കൂലിപ്പണിക്കാർക്ക് 1200ഓളം തൊഴിൽ ദിനങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. മാത്രമല്ല അതിൽ സ്ത്രീ പുരുഷ ഭേദം എന്നർത്ഥത്തിലുള്ള അതിൻ്റെ പ്രതിഫലത്തിലില്ല, എല്ലാവർക്കും ഒരേ വേതനം ഇവിടെ കൊടുത്തിരുന്നു. മാത്രമല്ല ഇതിനകത്ത് ഇനി പാർക്ക് പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ 300ഓളം തൊഴിൽ അവസരങ്ങൾ ഇതിനകത്ത് നേരിട്ടുണ്ട് പ്രത്യക്ഷമായിട്ട്. ആ പ്രത്യക്ഷ തൊഴിലവസരത്തിൽ ഏകദേശം ഒരു 85% പ്രാദേശിക തൊഴിലവസരങ്ങളാണ്. പരോക്ഷ തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കച്ചവടം, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു ഘടകങ്ങളൊക്കെ തന്നെ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് മുൻതൂക്കം കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ബോട്ടിങ്ങിനും മീൻപിടുത്തത്തിനും സൗകര്യമുള്ള മനുഷ്യനിർമ്മിതമായ കൂറ്റൻ തടാകമാണ് ഈ പാർക്കിലുള്ളത്. ഇതിനോട് ചേർന്ന് കൃത്രിമ വെള്ളച്ചാട്ടവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷികളെ കാണാനും പരിചയപ്പെടാനുമായി രാജ്യത്തെ ആദ്യ വാക്ക് ഇൻ ഏവിയറി, ചിത്രശലഭങ്ങൾക്കായി ബട്ടർഫ്ലൈ ഗാർഡൻ, ട്രൈബൽ വില്ലേജ് തുടങ്ങിയവയും പാർക്കിലുണ്ടാകും. ആദിവാസി അറിവുകളെ പരിചയപ്പെടുത്തുന്ന ട്രൈബൽ വില്ലേജിൽ ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത ഭക്ഷണവും ലഭിക്കും.
പരമ്പരാഗത ആദിവാസി വീടുകളുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ട്രൈബൽ വില്ലേജിൽ മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള വിനോദോപാധികൾക്കായി പാർക്കിന്റെ വലിയൊരു ഭാഗം തന്നെ നീക്കിവെച്ചിട്ടുണ്ട്. ദിനോസർ പാർക്കാണ് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ആകർഷണം. ചലിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്ന 26 ദിനോസറുകളുടെ രൂപങ്ങളാണ് പാർക്കിലുള്ളത്. ദിനോസറുകളെക്കുറിച്ചുള്ള അറിവുകൾ പകരുന്ന മ്യൂസിയവും പാർക്കിനോടനുബന്ധിച്ച് ഒരുങ്ങുന്നുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സിപ്പ് ലൈനും റോക്ക് ക്ലൈംബിങ്ങും ഉൾപ്പെടെയുള്ള സാഹസിക വിനോദങ്ങൾക്കും തീം പാർക്കിൽ സൗകര്യമുണ്ട്. മറ്റൊന്ന് എല്ലാ സൗകര്യങ്ങളുമുള്ള എല്ലാ ആക്ടിവിറ്റികളുമുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജഡ് അഡ്വഞ്ചർ പാർക്കാണ്. അഡ്വഞ്ചർ പാർക്ക് നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളവും ഉയരവും കൂടിയ സിപ്പ് ലൈൻ, അതുപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റോക്ക് ക്ലൈംബിംഗ്, അത് റാപ്പല്ലിംഗ്, ആർച്ചറി, ഷൂട്ടിംഗ്, റോപ്പ് കോഴ്സസ് തുടങ്ങിയിട്ട് 26ഓളം ആക്ടിവിറ്റികൾ. പ്രത്യേകിച്ച് അത് യുവാക്കളെയും NCC അതുപോലെ തന്നെ ഈ പോലീസ് കേഡറ്റ്, സ്റ്റുഡൻറ്റ് പോലീസ്, അതുപോലെ സ്കൗട്ട് തുടങ്ങിയവർക്കൊക്കെ ഉപയോഗപ്രദമാകുന്ന ഏറ്റവും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മേഖലയാണ്. തീം പാർക്കിലെ മൾട്ടി ആക്ടിവിറ്റി തിയേറ്ററുകളിലും ഓപ്പൺ തിയേറ്ററിലും എല്ലാ ദിവസവും വിവിധ കലാകാരന്മാരുടെ ലൈവ് ഷോകളും നടക്കും. ഏപ്രിൽ 30 സന്ദർശകർക്കായി തുറന്നുകൊടുക്കുന്ന തീം പാർക്ക് വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് സംരംഭകരുടെ പ്രതീക്ഷ. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ബൊട്ടീക്കുകൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.